ഭൂമിയെ സ്പർശിക്കുമ്പോൾ താമസം അസാധ്യമാകും. ഇടയന്മാർ പോകുന്നു. അവർ എന്താണ് കണ്ടെത്തുന്നത്? ആശ്വാസമല്ല, അടുപ്പമാണ്. ആഡംബരമല്ല, സ്നേഹമാണ്. ആരും പ്രതീക്ഷിക്കാത്തിടത്ത് അവർ ദൈവത്തെ കണ്ടെത്തുന്നു. പുൽത്തൊട്ടി സംസാരിക്കുന്നു. അത് വിനയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അത് ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മെ അഹങ്കാരത്തിലേക്ക് ഉയർത്താനല്ല, മറിച്ച് സ്നേഹത്തിൽ ആഴത്തിൽ വേരുറപ്പിക്കാൻ ഇറങ്ങിവരുന്ന ഒരു ദൈവത്തെ ഇത് വെളിപ്പെടുത്തുന്നു. അവൻ മഹത്വത്തിലേക്ക് കയറുന്നില്ല. അവൻ നമ്മുടെ ബലഹീനതയിലേക്ക് കുനിഞ്ഞിറങ്ങും. ഈ ദുർബലമായ തുടക്കത്തിനു മുകളിൽ പുരാതന അനുഗ്രഹം ഇങ്ങനെ പറയുന്നു: കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാക്കുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. പുതുവർഷത്തിനായുള്ള ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്: സമാധാനം. എന്നാൽ അവന്റെ സമാധാനത്തിന്റെ വഴി പുൽത്തൊട്ടി വഴിയാണ്. ചെറിയ, മറഞ്ഞിരിക്കുന്ന, മൂർത്തമായ ഒരു കുട്ടി, ഒരു പേര്, ഒരു അമ്മ, നിശബ്ദനായ ഒരു ജോസഫ്, കുറച്ച് ഇടയന്മാർ. സ്വർഗം ഇതിനകം ഇവിടെയുണ്ട്. എന്നാൽ എളിമയുള്ളവർ മാത്രമേ അത് തിരിച്ചറിയുന്നുള്ളൂ. അവരോട് പറഞ്ഞ സന്ദേശം അവർ അറിയിച്ചു. കണ്ടവർക്ക് നിശബ്ദത പാലിക്കാൻ കഴിയില്ല. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർക്ക് സന്ദേശവാഹകരാകുന്നു. ഇടയന്മാർ പ്രസംഗങ്ങളില്ലാതെ പ്രസംഗിക്കുന്നു. അവരുടെ പ്രസംഗം അത്ഭുതമാണ്. ഞങ്ങൾ കർത്താവിനെ കണ്ടു. അതു കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെട്ടു, എന്നാൽ അത്ഭുതം വിശ്വാസമല്ല. ചിലർ അത്ഭുതപ്പെട്ടു. ചിലർക്ക് എന്തോ തോന്നുന്നു. ചിലർ മുന്നോട്ട് പോകുന്നു. ഇന്നും അത് സംഭവിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കുന്നു. നമ്മൾ പങ്കെടുക്കുന്നു. നമ്മൾ കാണുന്നു. നമ്മൾ അനുഭവിക്കുന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. മറിയ വ്യത്യസ്തയാണ്. മറിയ ഇതെല്ലാം തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ചിന്തിച്ചു. അവൾ സംസാരിക്കാൻ തിടുക്കം കൂട്ടുന്നില്ല. അവൾ ശ്രദ്ധിക്കുന്നു. അവൾ ദൈവത്തിന്റെ പ്രതിധ്വനികൾ ശേഖരിക്കുന്നു. വിശ്വാസം പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് നിലനിർത്തപ്പെടുന്നുവെന്ന് അവൾ നമ്മെ പഠിപ്പിക്കുന്നു. അവളുടെ വിശ്വാസം ഉച്ചത്തിൽ വളരുന്നില്ല. അത് കൂടുതൽ ആഴത്തിൽ വളരുന്നു. അവൾ ഉയരങ്ങൾ പിന്തുടരുന്നില്ല. അവൾ ദൈവത്തെ അവളുടെ ഹൃദയത്തിന്റെ മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ അനുവദിക്കുന്നു. ഇടയന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് മടങ്ങിവന്നു. അവർ അതേ വയലുകളിലേക്ക് മടങ്ങുന്നു. അതേ ജോലി, അതേ സാധാരണ ജീവിതം. പക്ഷേ അവ ഒരുപോലെയല്ല. ക്രിസ്തുവുമായുള്ള ഒരു കൂടിക്കാഴ്ച എല്ലായ്പ്പോഴും നമ്മുടെ നിലപാട് മാറ്റില്ല. അത് നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു. അവരുടെ ജീവിതം ഉയരുന്നില്ല. അവരുടെ ആരാധന ആഴമേറിയതാകും.